everyone, welcome to G-Pod Class 8. It's me and Nafi. Yes, എല്ലാവർക്കും മക്കളെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ സ്കൂളൊക്കെ തുറന്നു. നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. 8ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം ഓൾ പാസ് ഇല്ല. നിങ്ങൾ എക്സാമിൽ മിനിമം മാർക്ക് നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ മിനിമം മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന 7 സ്റ്റഡി ടിപ്പ് പറയാനാണ് വന്നിട്ടുള്ളത്. ഈ സ്റ്റഡി ടിപ്പ് ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും മികച്ച മാർക്ക് വരുന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. 8ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫുൾ A+ഓട് കൂടി 9ാം ക്ലാസ്സിലേക്ക് പാസ്സാവാൻ, എക്സാം ഇല്ലാതെ തന്നെ 9ാം ക്ലാസ്സിലേക്ക് പാസ്സാവാനുള്ള കിടിലൻ സ്റ്റഡി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചോ, ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും മികച്ച സമയം നിങ്ങൾ കണ്ടെത്തണം. ചില ആളുകൾക്ക് രാത്രി പഠിച്ചാലായിരിക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ചില ആളുകൾക്ക് രാവിലെ പഠിച്ചാലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം, ആ സമയം നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ചില ആളുകൾക്ക് എന്തായിരിക്കും, ഒരു നൈറ്റ് 7 to 10 നന്നായിട്ട് പഠിച്ചാൽ തലേ കയറും. ചില ആളുകൾക്ക് ഒരു മോർണിംഗ് 6 to 8 നന്നായിട്ട് പഠിച്ചാലായിരിക്കും തലേ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് പഠിച്ചാലാണോ നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ആ സമയം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കണ്ടെത്തുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾ കണ്ടെത്തണം. അതായത് ചില ആളുകൾ എങ്ങനെയായിരിക്കും, പുസ്തകം നോക്കി പഠിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, ചില ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കേണ്ടി വരും. ചില ആളുകൾക്ക് എന്തായിരിക്കും, എഴുതിയിട്ടൊക്കെ പഠിക്കേണ്ടി വരും. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. മാത്സ് പോലുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് പോലെ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അടുത്തത് യൂട്ടിലൈസേഷൻ റിസോഴ്സസ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സ് ഡൗട്ട് ഉണ്ടാവും, ചില ചാപ്റ്റേഴ്സിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ ടീച്ചറോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അവനോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എജുപോയുടെ ലൈവ് കണ്ടിട്ട് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ എജുപോയുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഓൺലൈനിലൊക്കെ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ആ റിസോഴ്സസ് നോക്കി നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗം ക്ലിയർ ചെയ്ത് നന്നായിട്ട് മുന്നോട്ടേക്ക് പോവുക. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് കുട്ടികൾ മനുഷ്യന്മാരാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ സ്ട്രെസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്, നമുക്കൊരു വയ്യായിക ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ സ്കൂളിൽ PT പീരീഡ്, ആ PT പീരീഡ് നിങ്ങൾ കളിച്ച് ഉല്ലസിച്ച് വീട്ടിലേക്ക് നിങ്ങൾക്ക് ആകെ ക്ഷീണം. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കരുത്. ആ സമയത്ത് നിങ്ങൾ റിലാക്സ് ആയിട്ട് കൂളായിട്ട് ഇരിക്കുക. അങ്ങനെ നിങ്ങളുടെ സ്ട്രെസ്സും ക്ഷീണവും ഇഷ്യൂസൊക്കെ പോയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഒരിക്കലും സ്ട്രെസ്സിൻ്റെ സമയത്തോ ക്ഷീണത്തിൻ്റെ സമയത്തോ ഇഷ്യൂവിൻ്റെ സമയത്തോ നിങ്ങൾ പഠിക്കരുത്. ആ സമയത്ത് നിങ്ങൾ കൂളായിരിക്കുക. നിങ്ങൾ പഠിക്കേണ്ട എപ്പോഴാ, നിങ്ങളുടെ മനസ്സ് കൂളാകുമ്പോൾ, നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ, നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടത്. അടുത്തത്, നിങ്ങൾ എപ്പോഴും ഒരു സെൽഫ് സ്റ്റഡി, നിങ്ങളുടെ ഉള്ളിൽ തോന്നലുണ്ടാവണം. നിങ്ങളുടെ ഉള്ളിലൊരു തോന്നൽ വേണം, ഞാൻ പഠിക്കും, ഞാൻ കഷ്ടപ്പെടും, ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്, ഞാൻ അടിപൊളിയാകാൻ തയ്യാറാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ബോധം വേണം, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ നേടിയെടുക്കും, ഞാൻ ഉഷാറാക്കും എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വേണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു തോന്നൽ വേണം, ഞാൻ പഠിക്കും. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 3 മണിക്കൂർ രാത്രി പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ഫസ്റ്റത്തെ 1 hour ഒരു സബ്ജക്റ്റ്, അടുത്ത 1 hour ഒരു സബ്ജക്റ്റ്, അടുത്ത 1 hour ഒരു സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3 hour പഠിക്കരുത്. ഓരോ മണിക്കൂർ ഓരോ സബ്ജക്റ്റ് പഠിക്കുക. ഓരോ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് റൂമിലൊക്കെ നടന്ന് ചില്ലായിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു പ്ലാനിങ് വേണം. ഇപ്പോൾ നിങ്ങളൊരു വീക്ക്ലി പ്ലാൻ തയ്യാറാക്കുക. മൺഡേ ഞാൻ ഈ 3 സബ്ജക്റ്റ് പഠിക്കും, ട്യൂസ്ഡേ ഞാൻ ഈ 3 സബ്ജക്റ്റ് പഠിക്കും, വെനസ്ഡേ ഞാൻ ഈ 3 സബ്ജക്റ്റ് പഠിക്കും. അങ്ങനെ ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ പഠിച്ചാൽ മതി. ശനി ഞായർ ഹോളിഡേ, സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഹോളിഡേ ആണ്. ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ടാക്കുക. അങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കുക മാത്രമല്ല, നിങ്ങളെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നിങ്ങളെ കുഞ്ഞു വാവ അനിയത്തി ഇങ്ങനെ എടുത്തു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ ഫോണിലോ അമ്മയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ നോക്കിപ്പോവും, അല്ലെങ്കിൽ TV ശബ്ദം കേട്ടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ചിന്ത പോയി പോകും. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ പഠനത്തിൽ നിന്ന് പിൻവലിക്കുന്ന ഒരുപാട് സാധനമുണ്ട്. അത് TV ആകാം, വീട്ടിൽ ആരെങ്കിലും ആവാം, മൊബൈലാവാം, പലതും ആവാം. അതിനോടൊക്കെ നോ പറയാം. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ മുഴുവൻ കോൺസെൻട്രേഷൻ പഠനത്തിലേക്ക്, ഫുൾ കോൺസെൻട്രേഷൻ ടു ദ സ്റ്റഡീസ്, മുഴുവൻ കോൺസെൻട്രേഷൻ എങ്ങോട്ടേക്ക്, പഠനത്തിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുക. അങ്ങനെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾ പഠിക്കും എന്തേക്കാം, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയണമെന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളുകൾ എന്ത് ചെയ്യും, യൂണിറ്റ് ടെസ്റ്റോ മന്ത്ലി ടെസ്റ്റോൻ്റെ പേരിൽ പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ ചിലപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാലും ചിലപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞു പോയേക്കാം.
ഒരിക്കലും അതൊരു പ്രശ്നമില്ല. മനുഷ്യന്മാരങ്ങനെയാണ്, തോൽവിയിൽ നിന്നാണ് നമ്മൾ വിജയത്തിലേക്ക് പോരെ. തോമസ് ആൽവ എഡിസൺ ഉണ്ട്, 1000 തവണയാണ് അദ്ദേഹം ബൾബ് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത്. പക്ഷേ ഒരു തവണ പോലെ അദ്ദേഹം പിന്മാറിയില്ല. അങ്ങനെ 1000ാമത്തെ തവണ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടെത്തി. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പം എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോവാം, നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിൽ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതാവാം, ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാം. അതൊന്നൊരു പ്രശ്നം, അതൊക്കെ മനുഷ്യ സഹായിച്ച നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ ഇനിയും പഠിച്ച് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഇനിയും പഠിച്ച് എന്നെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നുള്ളൊരു ചിന്തയിൽ പിന്നെയും പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും ആവാൻ പറ്റടാ 8ാം ക്ലാസ്സിലെ ടോപ്പർ, നിങ്ങൾക്കും ആവാൻ പറ്റടാ 8ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടുന്ന ആൾ, നിങ്ങൾക്കും ആവാൻ പറ്റുമടാ 8ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച മാർക്ക് കിട്ടുന്ന ഒരാൾ. അങ്ങനത്തെ രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ 7 ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ വീണ് പോയേക്കാം, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതിരുന്നേക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ലക്ഷ്യം 8ാം ക്ലാസ്സിൽ ഫുൾ A+ ആണ്, എൻ്റെ ലക്ഷ്യം 8ാം ക്ലാസ്സിൽ മികച്ച മാർക്കാണ്. ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ക്ലാസ് 8 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് പഠിക്കാൻ മടിയുള്ള ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.